ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കഴിഞ്ഞ വാരാന്ത്യ എപ്പിസോഡുകളിലെ വിശേഷങ്ങൾ ഇങ്ങനെ. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ മുൻ ആഴ്ചയിൽ ആരംഭിച്ച ജൂനിയർ വേഴ്സസ് സീനിയർ റൗണ്ട് തന്നെയാണ് തുടർന്നത്. ഈ സീസണിലെ മത്സരാർത്ഥികളും മുൻ സീസണിലെ മത്സരാർത്ഥികളും അടങ്ങുന്ന പെർഫോമൻസുകൾ. ഗസ്റ്റായി ഗായകനായ ശ്രീനിവാസൻ സർ. ശനിയാഴ്ച നടന്ന 58ാം എപ്പിസോഡിൽ 4 പെർഫോമൻസുകളാണ് ഉണ്ടായിരുന്നത്. അത് ഇങ്ങനെ. കോൺവെന്റ് സ്കൂളിൽ നിന്ന് ഗൗതം പ്രസാദും മുൻ സീസണിലെ ഗോകുലും ഉൾപ്പെട്ട പെർഫോമൻസിൽ ഗൗതം 98.5 മാർക്കും സ്വർണ KSഉം മുൻ സീസണിലെ നന്ദയും ചേർന്ന പെർഫോമൻസിൽ സ്വർണ 98.5 മാർക്കും നേടി. ഗുരുകുലത്തിൽ നിന്ന് ശിവപ്രിയ സുരേഷും മുൻ സീസണിലെ ബൽറാമും ചേർന്ന പെർഫോമൻസിൽ ശിവപ്രിയ 99 മാർക്കും അർജുൻ KCയും മുൻ സീസണിലെ ശ്രീരാഗും ചേർന്ന പെർഫോമൻസിൽ അർജുൻ KC 99 മാർക്കും നേടി. ഗുരുകുലം ആകെ 198 മാർക്കും കോൺവെന്റ് സ്കൂൾ 197 മാർക്കും നേടി. ഗുരുകുലം എപ്പിസോഡ് വിന്നറായി. അർജുൻ KCയും ശിവപ്രിയ സുരേഷും പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഷോയ്ക്ക് മാറ്റുകൂട്ടാൻ ശ്രീനിവാസൻ സാറിന്റെ പെർഫോമൻസും മുൻ സീസണിലെ ശ്രീരാഗിന്റെ പെർഫോമൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത 59ാം എപ്പിസോഡിൽ 4 പെർഫോമൻസുകൾ ഇങ്ങനെ. ഗുരുകുലത്തിൽ നിന്ന് തീർത്ഥ സത്യനും മുൻ സീസണിലെ ശ്രീരാഗും ചേർന്ന പെർഫോമൻസിൽ തീർത്ഥ 99 മാർക്കും സൂര്യനാരായണനും മുൻ സീസണിലെ ഋതികയും ചേർന്ന പെർഫോമൻസിൽ സൂര്യനാരായണൻ 99.5 മാർക്കും നേടി. കോൺവെന്റ് സ്കൂളിൽ നിന്ന് ദിൽരാജ് ഗോപിയും മുൻ സീസണിലെ അരവിന്ദും ചേർന്ന പെർഫോമൻസിൽ ദിൽരാജ് 99.5 മാർക്കും പവിത്രയും മുൻ സീസണിലെ നന്ദയും ചേർന്നുള്ള പെർഫോമൻസിൽ പവിത്രയ്ക്ക് 95 മാർക്കും ലഭിച്ചു. ഇടയ്ക്ക് വെച്ച് പവിത്രയ്ക്ക് കുറച്ചു ഭാഗങ്ങൾ പാടാൻ കഴിയാതെ പോയിരുന്നു. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ എപ്പിസോഡിൽ കോൺവെന്റ് സ്കൂൾ ആകെ 194.5 മാർക്കും ഗുരുകുലം 198.5 മാർക്കും ലഭിച്ചു. ഗുരുകുലം എപ്പിസോഡ് വിന്നറായി. ദിൽരാജ് ഗോപിയും ശിവപ്രിയ സുരേഷും എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമേഴ്സായി. ഇവർ രണ്ടുപേരും തന്നെ ഈ വീക്കിലെ ബെസ്റ്റ് പെർഫോമേഴ്സിനുള്ള ക്യാഷ് അവാർഡും പങ്കുവച്ചു. ഇതിനിടയിൽ മുൻ സീസണിലെ മത്സരാർത്ഥികളായ ഗോകുലും ബൽറാമും ചേർന്ന് അവരുടെ സീസണിലെ മെന്ററായിരുന്ന നൌഷാദ് മാഷിന് ഒരു ഗിഫ്റ്റ് സമർപ്പിച്ചു. തങ്ങളുടെ ഗുരുനാഥന് ഒരു ഹാർമോണിയമാണ് ഇവർ ഗുരുദക്ഷിണയായി നൽകിയത്. ഇത് ഷോയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതുകൂടാതെ മുൻ എപ്പിസോഡിലെ പോലെ തന്നെ മുൻ സീസണിലെ അരവിന്ദിന്റെ പെർഫോമൻസുകളും അവസാനം ശ്രീനിവാസൻ സാറിന്റെ പെർഫോമൻസും ഷോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ എപ്പിസോഡോടുകൂടി നിലവിലെ റൗണ്ടും പൂർത്തിയായി. ഇനി ഏതെല്ലാം തരം റൗണ്ടുകൾ ഉണ്ടാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കമന്റ് ചെയ്യൂ.